ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ആപദാമപഹർത്താരം ദാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം. രാമ 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 പാഹി മാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. ഹരി ഓം. പദം പദം രാമപാദത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന പ്രസിദ്ധനായിട്ടുള്ള മഹർഷീശ്വരൻ്റെ പേര് വിശ്വാമിത്രൻ എന്നാണ്. എല്ലാവരും കേട്ടിട്ടുണ്ടാവും. രാമായണത്തിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള നിരവധി സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള, നേതൃത്വം വഹിച്ചിട്ടുള്ള മഹർഷീശ്വരനാണ് വിശ്വാമിത്രൻ. പുരുവംശ രാജാവായ ഗാധിയുടെ പുത്രനായിട്ടാണ് വിശ്വാമിത്രനെ അറിയപ്പെടുന്നത്. രാജാവായിരിക്കെ വസിഷ്ഠ മഹാമുനിയുമായിട്ട് ഒരു തർക്കത്തിൽ ഏർപ്പെടുകയും അതിൽ പരാജയപ്പെടുകയും ചെയ്തു. വസിഷ്ഠന് മുമ്പിൽ പരാജയപ്പെട്ടപ്പോൾ വിശ്വാമിത്ര മഹർഷിക്ക് തോന്നി, തൻ്റെ അറിവ് അല്പം കുറവാണോ ഇദ്ദേഹത്തെ അപേക്ഷിച്ച് എന്നൊരു തോന്നൽ വിശ്വാമിത്ര മഹർഷിക്കുണ്ടാകുകയും രാജ്യഭാരമെല്ലാം മക്കളെ ഏൽപ്പിച്ച്, രാജാവായിരുന്നു അദ്ദേഹം, അപ്പോൾ രാജർഷിയായിരുന്നു അദ്ദേഹം, രാജ്യഭാരമൊക്കെ മക്കളെ ഏൽപ്പിച്ച് തപസ്സിന് പോയി എന്നാണ്. അങ്ങനെ ഘോരമായ തപസ് ചെയ്ത് അദ്ദേഹം വലിയ താപസേശ്വരനായി. അങ്ങനെയാണ് വിശ്വാമിത്ര മഹർഷിയായി മാറിയത് എന്നാണ്. അത്ര തപസ് ചെയ്ത് ആ യോഗ്യതയിലെത്താൻ വേണ്ടി കഠിനമായ തപസ് ചെയ്തതും വിശ്വാമിത്രൻ്റെ തപസ് മുടക്കാൻ വേണ്ടി ദേവസ്ത്രീകൾ വന്നതുമൊക്കെ നമുക്ക് പഴയ സംഭവകഥയായി പല സ്ഥലത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ കഥയിലേക്ക് കടക്കുന്നില്ല. അങ്ങനെ വിശ്വാമിത്രൻ ഘോരമായ തപസ്, തൻ്റെ ലക്ഷ്യം എന്താണ്? ആ രാജർഷിപദത്തിൽ നിന്നും ബ്രഹ്മർഷിപദത്തിലേക്ക് എത്തണമെന്ന ഒരാഗ്രഹത്തിലാണ് അദ്ദേഹം. വസിഷ്ഠനോടൊപ്പം എത്തണം. അതിനു വേണ്ടിയിട്ടുള്ള വസിഷ്ഠ മഹാമുനിയും വിശ്വാമിത്രനും ആരാണ് ചെറുത് ആരാണ് വലുതെന്നുള്ള തർക്കമൊന്നും നമ്മുടെ ഇടയിലില്ല. പക്ഷെ അങ്ങനെ ഒരു മാനസികാവസ്ഥ നമ്മളിവിടെ പ്രകടിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇവർ തമ്മിലുള്ള തർക്കത്തിൻ്റെ ഫലമായിട്ട് പല സംഭവങ്ങളും നമുക്ക് പുരാണത്തിൽ കണ്ണോടിച്ചാൽ കാണും. ഹരിശ്ചന്ദ്രൻ്റെ സത്യസന്ധതയെ ചോദ്യം ചെയ്ത് ഇവർ തമ്മിലുള്ള തർക്കമാണെന്നാണ് പറയുക. അങ്ങനെ ഹരിശ്ചന്ദ്രൻ സത്യസന്ധനാണോ എന്ന് പരീക്ഷിക്കുവാൻ കൊടുത്ത പരീക്ഷണത്തിൻ്റെ ഫലമായിട്ടാണ് ഹരിശ്ചന്ദ്രൻ വാസ്തവത്തിൽ കാട്ടിലൂടെ അരഞ്ഞു തിരഞ്ഞ് എല്ലാം നഷ്ടപ്പെട്ട്, സ്വന്തം ഭാര്യയും മക്കളും ഒക്കെ നഷ്ടപ്പെട്ട് അലഞ്ഞു തിരിഞ്ഞ് ജീവിക്കേണ്ടി വന്നു. എന്നിട്ടും ഹരിശ്ചന്ദ്രൻ തൻ്റെ സത്യസന്ധമായിട്ടുള്ള ആ ജീവിതവ്രതത്തിൽ നിന്നും അണുവിട പോലും വ്യത്യാസം വരുത്താതെ അവസാനം തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മകൻ്റെ ജഡവുമായി ഭാര്യയാണെന്ന് തിരിച്ചറിയാതെ ഒരു സ്ത്രീ അങ്ങനെ ആ ശ്മശാനത്തിലേക്ക് ദഹിപ്പിക്കാൻ കൊണ്ടുവരുന്ന കഥയൊക്കെ നിങ്ങൾ ഹരിശ്ചന്ദ്രൻ്റെ കഥയെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് ഹരിശ്ചന്ദ്രൻ ചുടല കാവൽ നിൽക്കുന്ന കാവൽക്കാരനാണ്. അടിമയായിട്ട് ജീവിക്കുന്ന സമയത്ത് ആ അടിമ വാങ്ങിയ അടിമയുടെ ഉടമ, അദ്ദേഹത്തിൻ്റെ അടിമയാക്കിയ ഉടമ കാവൽക്കാരനായി, ചുടല കാക്കുന്ന കാവൽക്കാരനായി നിർത്തിയ ഹരിശ്ചന്ദ്രൻ്റെ അടുത്തേക്ക് സ്വന്തം ഭാര്യയോ മകനോ ആണെന്നറിയാതെ ഒരു ശവവുമായിട്ട് വരുന്ന സ്ത്രീയോട് ചോദിക്കുന്നു, ഇതിന് പണമുണ്ടോ അടയ്ക്കാൻ എന്ന് ചോദിക്കുന്ന സന്ദർഭം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പം ഞാൻ ചുരുക്കി പറഞ്ഞത്, അവസാനം എന്ത് ചെയ്തു? ഹരിശ്ചന്ദ്ര മഹാരാജാവ് തൻ്റെ ധർമ്മം പാലിക്കുവാൻ പണം തരാതെ ഈ ശവം ഇങ്ങോട്ട് കയറ്റാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ, എൻ്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ എന്ന് ഈ കാവൽക്കാരനായിട്ടുള്ള ഹരിശ്ചന്ദ്രനോട്, തൻ്റെ ഭർത്താവാണെന്നറിയാതെ ഭാര്യ പറയുകയാണ്. അപ്പോൾ ഇന്ദുമതിയുടെ കണ്ടത്തിൽ കിടക്കുന്ന ആ താലി, നിന്റെ കഴുത്തിൽ കിടക്കുന്ന താലി മതിയല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ്, ഈ താലിയെക്കുറിച്ച് അറിയണമെങ്കിൽ എൻ്റെ ഭർത്താവിനല്ലാതെ മറ്റാർക്കും തിരിച്ചറിയാൻ നിർവാഹമില്ലല്ലോ എന്ന് മനസ്സിലാക്കി എൻ്റെ ഭർത്താവിനെ തിരിച്ചറിഞ്ഞു എന്നാണ്. അപ്പോഴാണ് പറയുന്നത്, ലോഹിതാക്ഷൻ എൻ്റെ മകനാണ് അത് എന്ന് പറയുമ്പോൾ, ആ ശവം ദഹിപ്പിക്കാൻ വേണ്ടിയുള്ള ഏർപ്പാട് ചെയ്യുമ്പോൾ അതിന് പണമെടുക്കാനില്ല എന്ന് തീരുമാനിച്ചു. അങ്ങനെ ആ സന്ദർഭത്തിൽ ഉണ്ടാകുന്ന കഥകളൊക്കെ നിങ്ങൾക്കറിയാം. അങ്ങനെ അവസാനം ചിതയിൽ ചാടി രണ്ടുപേരും ഈ മകനോടൊപ്പം ദേഹത്യാഗം ചെയ്യാൻ തീരുമാനിക്കുന്ന സമയത്താണ് പുഷ്പവൃഷ്ടി ഉണ്ടായി. ദേവഗണങ്ങൾ എല്ലാവരും പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹിച്ചു ഭഗവാനെ, നിങ്ങൾ സത്യസന്ധനും ധർമ്മിഷ്ഠനുമാണെന്ന് പ്രഖ്യാപനമൊക്കെ ഉണ്ടായി. അപ്പോൾ ഇങ്ങനെ ഒരു തർക്കം, ഒരു സംശയമുണ്ടായത് വസിഷ്ഠനും വിശ്വാമിത്രനും തമ്മിൽ ഇവർക്ക് ഉണ്ടായ ഒരു സന്ദേഹമാണ്. വാസ്തവത്തിൽ ചെറിയ കാര്യമാണെങ്കിലും വലിയ വില കൊടുക്കേണ്ടി വന്നു ഹരിശ്ചന്ദ്ര മഹാരാജാവിനെന്നാണ്. അപ്പോൾ അങ്ങനെ ഇവരെക്കുറിച്ച് പറയുമ്പോൾ രണ്ടുപേരെക്കുറിച്ചും ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ ഇങ്ങനൊരു കഥ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് വിശ്വാമിത്ര മഹർഷീശ്വരൻ അങ്ങനെ തപസ്സിന് പോയ കഥയാണ്.
ആ തപസ്സിനിടയ്ക്ക് മുടക്കമൊക്കെ വന്ന കഥയും നിങ്ങൾക്കറിയാം. അതൊക്കെ അവിടെ ഇരിക്കട്ടെ, അത് വേറൊരു ഭാഗത്ത് പിന്നീട് പറയാം. അതുകൊണ്ട് അതിനുശേഷം എന്തുണ്ടായി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് വിശ്വാമിത്ര മഹർഷി ഈ ശ്രീരാമചന്ദ്ര പ്രഭുവിനെയും രാജസിംഹാസനത്തെയും രാജകൊട്ടാരത്തെയും സൂര്യവംശ രാജാക്കന്മാരെയും പല വിധത്തിലാണ് സഹായിച്ചത്. രാമലക്ഷ്മണന്മാരെ കാട്ടിലേക്ക് പറഞ്ഞയക്കണം എന്നാവശ്യപ്പെട്ടത് വിശ്വാമിത്ര മഹർഷിയാണ്. ആവശ്യപ്പെട്ട് അങ്ങോട്ട് ക്ഷണിച്ചത് വിശ്വാമിത്ര മഹർഷിയാണ്. കാരണം എന്താ? യാഗങ്ങളും യാഗശാലകളും മുനീശ്വരന്മാരെയും ഒക്കെ രാക്ഷസന്മാർ വന്ന് എന്നും നശിപ്പിക്കുകയും ആക്രമിക്കുകയും അവരെ വധിക്കുകയും ചെയ്യുന്ന ധാർമ്മികമായ പ്രവൃത്തി നടമാടുമ്പോൾ, രാജാവേ, അങ്ങേ രാജ്യത്തെ ധാർമ്മികമായ രാജ്യം ഭരിക്കുമ്പോൾ തീർച്ചയായും അതിന് യോഗ്യരായ 2 മക്കളുണ്ട് അങ്ങേക്ക്. ആർക്ക്? ദശരഥ മഹാരാജാവിന്. ആറ്റുനോറ്റുണ്ടായ കുട്ടിയാണ്. എങ്ങനെ ഇവരെ രാക്ഷസന്മാരുടെ മുമ്പിലേക്ക്, പിഞ്ചു പൈതങ്ങളാണ്, ബാലന്മാരാണ് ഇവര്, അതിന് ശേഷിയില്ലാത്തവരാണെന്ന് പറഞ്ഞപ്പോൾ അങ്ങൊന്നും മടിക്കണ്ട, ഈ കുട്ടികൾക്ക് അതിന് ശേഷിയുണ്ട് എന്ന് ദശരഥ മഹാരാജാവിന് സന്ദേശവും നിർദ്ദേശവും ഉപദേശവും കൊടുത്ത് അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചു. രാജാവിനെ പ്രോത്സാഹിപ്പിച്ചു. ദശരഥ മഹാരാജാവിനെ പ്രോത്സാഹിപ്പിക്കുകയും ധൈര്യം കൊടുക്കുകയും ചെയ്തു. അങ്ങനെ സന്തോഷമായി കുട്ടികളെ വിശ്വാമിത്ര മഹർഷിയോടൊപ്പം യാത്രയാക്കി വിശ്വാമിത്ര മഹർഷിയുടെ ആശ്രമത്തിൽ ചെല്ലുകയും അവിടെ ചെന്ന് അതിനുശേഷം അദ്ദേഹം കൊടുത്ത ഉപദേശങ്ങളുമൊക്കെ നമുക്കറിയാം. കാട്ടിലൂടെ അങ്ങനെ നടക്കുമ്പോൾ എല്ലാ സ്ഥലത്തും ഭക്ഷണം കിട്ടില്ല. യാഗശാലയിൽ ജീവിക്കാം, യാഗശാലയിൽ കിടന്നുറങ്ങാം, ഭക്ഷണം എവിടുന്ന് കിടക്കും? കായ്കനികൾ, വനത്തിൽ കിട്ടുന്ന ഭക്ഷണങ്ങളൊക്കെയാണ്. ചിലപ്പോൾ ഭക്ഷണം കിട്ടിയില്ല എന്ന് വരും. അതുകൊണ്ട് സീതാദേവിയും ലക്ഷ്മണ ഭഗവാനും ശ്രീരാമചന്ദ്ര പ്രഭുവിനോടൊപ്പം യാത്രയായി ഒരുമിച്ച് കാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ വിശപ്പും ദാഹവും എപ്പോഴും ഉണ്ടാകാം. ആ വിശപ്പും ദാഹവും ഉണ്ടാകാതിരിക്കാനുള്ള അതിബല എന്ന അതിദിവ്യമായ ഒരു ഔഷധ ചികിത്സ, ആ ചികിത്സാ മന്ത്രം പറഞ്ഞു കൊടുത്തത് വിശ്വാമിത്ര മഹർഷിയാണ്. അതുമാത്രമല്ല, വിശ്വാമിത്രൻ രചിച്ചിട്ടുള്ള കായചികിത്സ എന്ന് പറയുന്ന പുസ്തകം ഏറെ പ്രസിദ്ധമാണ്. അതുമാത്രമല്ല, ഒരു വലിയ ചികിത്സകൻ കൂടി ആയിട്ടാണ് വിശ്വാമിത്ര മഹർഷി അറിയുന്നത്. ശരീരത്തിൻ്റെ ദുർഗന്ധം മാറ്റുവാനുള്ള ഔഷധ ചികിത്സ കണ്ടുപിടിച്ച മഹാനുഭാവനാണ് വിശ്വാമിത്രൻ എന്നും പുരാണം പറയുന്നു. അതുകൊണ്ട് മത്സ്യഗന്ധിയുടെ ആ മത്സ്യഗന്ധം മാറ്റുവാനും, അതേപോലെ ഹരിശ്ചന്ദ്ര മഹാരാജാവിൻ്റെ പ്രമുഖനായിട്ടുള്ള പ്രമണ്ഡു എന്ന് പറയുന്ന പ്രമണ്ഡുവിൻ്റെ ശരീരത്തിന് ദുർഗന്ധമായിരുന്നു. ആ ദുർഗന്ധം മാറ്റുവാനുള്ള ആ ചികിത്സാ സമ്പ്രദായവും നടപ്പാക്കി പ്രാവർത്തികമാക്കിയതും വിശ്വാമിത്ര മഹർഷിയായി കരുതപ്പെടുന്നു. അതുമാത്രമല്ല, ഏറ്റവും വിശ്വപ്രസിദ്ധമായ മന്ത്രങ്ങളുടെ മാതാവായ ഗായത്രി മന്ത്രത്തിൻ്റെ ഉപജ്ഞാതാവ് അതും വിശ്വാമിത്ര മഹർഷിയാണ്. നമ്മൾ ഋഷി ഛന്ദസ് തൊടുക എന്ന് പറയും. മന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ മന്ത്രാക്ഷങ്ങൾക്ക് ഋഷി ഛന്ദസ്സുണ്ട്. ഇങ്ങനെ മൃഗമുദ്ര പിടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ വയ്യും. എന്താ? വിശ്വാമിത്ര ഋഷി എന്ന് പറഞ്ഞിട്ട് വിശ്വാമിത്ര മഹർഷിയാണ് ആദ്യം നമ്മൾ ശിരസിൽ വയ്ക്കുക, നമിക്കുക. ആരാണോ അതിൻ്റെ ഉപജ്ഞാതാവ്, ആ ഗുരുവിനെ സ്മരിക്കുന്ന ആ സ്മരണയാണ് നമ്മൾ ഈ ഛന്ദസ്, ഋഷി ഛന്ദസ് തൊടുക എന്ന് പറയും. കേട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് ആ ഗായത്രി മന്ത്രത്തിൻ്റെ ഉപജ്ഞാതാവായിട്ടുള്ള ആളാണ് ആര്? വിശ്വാമിത്ര വിശ്വാമിത്ര മഹർഷീശ്വരൻ. അതുകൊണ്ട് പുരാണത്തിൽ രാമായണത്തോടൊപ്പം പ്രകീർത്തിക്കപ്പെടേണ്ട, ഭഗവാനോടൊപ്പം അറിയപ്പെടുന്ന മഹാതപസ്യായിട്ടുള്ള വിശ്വാമിത്രൻ ഏറെ ശ്രേഷ്ഠനാണെന്ന് മാത്രമല്ല, വളരെ പ്രസിദ്ധമായ വിശ്വാമിത്രനുമായി ബന്ധപ്പെട്ട മറ്റൊരു ഭാഗവും കൂടി രാമായണത്തിലുണ്ട്. വാൽമീകി രാമായണത്തിൽ നമുക്കത് പ്രത്യേകമായി കാണാൻ സാധിക്കും. വാൽമീകി മഹർഷി രചിച്ചിട്ടുള്ള വാൽമീകി രാമായണത്തിൽ പൂർണ്ണമായി ആ ഭാഗം നമുക്ക് കാണാം. എന്നും നമ്മൾ സ്മരിക്കുന്ന ക്ഷേത്രങ്ങളിൽ, നമ്മുടെ കാസറ്റുകളിൽ, ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോണുകളിൽ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്താൽ കിട്ടുന്ന ഒരു സാധനമുണ്ട്, വെങ്കടേശ്വര സുപ്രഭാതം. വളരെ പ്രസിദ്ധമായിട്ടുള്ള വെങ്കടേശ്വര സുപ്രഭാതം ഉണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്, വനവാസകാലത്ത് രാമലക്ഷ്മണന്മാർ ആ വനത്തിൽ താമസിച്ചിരുന്ന കാലത്ത് വിശ്വാമിത്ര മഹർഷി രാവിലെ നേരം വെളുത്തിട്ടും എഴുന്നേക്കാൻ വൈകിയ രാമലക്ഷ്മണന്മാരെ വിളിച്ചു ഉണർത്തുന്ന ഒരു ഉണർത്തുപാട്ടാണ് വാസ്തവത്തിൽ. കൗസല്യ സുപ്രജ രാമപൂർവ സന്ധ്യാ പ്രവർത്തതേ എന്ന് തുടങ്ങുന്ന, നമുക്കെല്ലാം നന്നായിട്ട് അറിയാവുന്ന വെങ്കടേശ്വര സുപ്രഭാതം ഈ വിശ്വാമിത്ര മഹർഷി സ്നേഹസമ്പന്നമായിട്ട്, വളരെ ഒരു പുത്രഭാവത്തോടുകൂടി അല്ലെങ്കിൽ ഒരു സാഹോദര്യ ഭാവത്തോടുകൂടി, കൗസല്യ സുപ്രജ രാമ പൂർവ സന്ധ്യ പ്രവർത്തതേ, കൗസല്യയുടെ പുത്രനായിട്ടുള്ള സ്വപുത്രനായിട്ടുള്ള കൗസല്യ സുപ്രജയായിട്ടുള്ള അല്ലയോ രാമ ലക്ഷ്മണ, എഴുന്നേറ്റാലും സൂര്യൻ ഉദിച്ചല്ലോ, സൂര്യഭഗവാൻ ഇങ്ങനെ ഉദിച്ചു നിൽക്കുന്നത് കണ്ടില്ലേ, നിങ്ങൾ വൈകാതെ ഉണരൂ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ സന്തോഷത്തോടെ തൻ്റെ കർത്തവ്യബോധത്തിലേക്ക് ആ ഭഗവാനെ, ശ്രീരാമചന്ദ്രപ്രഭുവിനെയും ലക്ഷ്മണ ഭഗവാനെയും ഉണർത്തുന്ന ഉണർത്തുപാട്ടായ
ശ്രീ വെങ്കടേശ്വര സുപ്രഭാതം എന്ന് പറയുന്ന പ്രസിദ്ധമായിട്ടുള്ള വരികൾ വാൽമീകി രാമായണത്തിൽ നമുക്ക് ആലേഖനം ചെയ്ത് കാണാം. അത് വിശ്വാമിത്ര മഹർഷിയാണ് ഇങ്ങനെ ഈ മഹർഷീശ്വരന്റെ സാന്നിധ്യത്തിൽ കിടന്നുറങ്ങിയ രാമലക്ഷ്മണ കുമാരന്മാരെ വിളിച്ചുണർത്തുന്ന ഉണർത്തുപാട്ടായ വെങ്കടേശ്വര സുപ്രഭാതം ഏറ്റവും പ്രസിദ്ധമാണല്ലോ. ഇന്ന് ലോകം മുഴുവൻ എല്ലാവരും കേൾക്കുന്ന, എല്ലാവരും വായിക്കുന്ന, എല്ലാവരും പാടി നടക്കുന്ന സുപ്രഭാതങ്ങളിൽ നമ്മുടെ വീടുകളിലും ക്ഷേത്രങ്ങളിലും ഒക്കെ വെക്കുന്ന, റെക്കോർഡുകൾ വെക്കുന്ന, നമ്മൾ പാട്ടുകൾ കേൾക്കുന്ന ആ സുപ്രഭാതം വെങ്കടേശ്വര സുപ്രഭാതത്തിലേക്ക് നയിച്ചതും ഈ വിശ്വാമിത്ര മഹർഷീശ്വരന്റെ കാഴ്ചപ്പാടുകളും അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയും അദ്ദേഹത്തിന്റെ ആ വാമൊഴികളുമായിരുന്നു. അതുകൊണ്ട് ഈ ഭാരത ഋഷി പരമ്പരയുടെ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥാനത്ത് നിൽക്കുന്ന മഹർഷീശ്വരൻ രാജധർമ്മം കൃത്യമായി പാലിക്കുവാൻ ശ്രീരാമചന്ദ്രപ്രഭുവിനെയും സഹോദരങ്ങളെയും ഉപദേശിക്കുന്ന വിശ്വാമിത്രന്റെ ഉപദേശങ്ങൾ ആധുനിക ഭരണകർത്താക്കൾ തീർച്ചയായും മാതൃകയാക്കേണ്ടതാണ്. അതുകൊണ്ട് മാതൃകാപരമായി ഒരു രാജ്യം ഭരിക്കേണ്ട രാജാധിപൻ, രാജ്യഭാരമേൽക്കുന്ന ആളുകൾ എങ്ങനെയായിരിക്കണമെന്ന മാതൃകാ സന്ദേശം കൊടുത്ത വിശ്വാമിത്രന്റെ വാക്കുകൾ നമുക്കിന്നും അന്വർത്ഥമാക്കി പാലിക്കുവാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടതാണ്. അതുകൊണ്ട് ആ മഹർഷീശ്വരന്റെ പദാരവിന്ദങ്ങളിൽ ശതകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം, ഹരി ഓം.